കുറേ കാത്തിരിപ്പിന് ശേഷം ഫോഴ്സ് അവരുടെ 5 ഡോർ ഗൂർഖ നിരത്തിലിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കണ്ടാൽ ശരിക്കും ഒരു ഡെസി ജി വേഗൻ തന്നെ. പ്രൊപ്പോർഷൻസൊക്കെ ഏകദേശം കറക്റ്റായിട്ടുണ്ട്. എന്തായാലും 3 ഡോർ ഗൂർഖേനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് 5 ഡോറാണ്. എക്സ്റ്റീരിയറൊക്കെ അടിപൊളിയാണ്. 5 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിലൊക്കെ കുറച്ച് മാറ്റങ്ങളുണ്ട്. എൻജിനൊക്കെ പഴയത് തന്നെയാണെങ്കിലും പവർ ഫിഗേഴ്സിൽ ചെറിയ വ്യത്യാസമുണ്ട്. 140 PS പവറും 320 Nm ടോർക്കും ഉണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റൊക്കെ ഫുള്ളി LED ആണ്. പിന്നെ എലോയ് വീലിൽ മാറ്റമുണ്ട്. 16 ഇഞ്ചിൽ നിന്ന് 18 ഇഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡായിട്ട് സ്നോർക്കൽ കൊടുക്കുന്ന ഏക കമ്പനിയാണ് ഇപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സ്. അതും ഗൂർഖയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കുറച്ചധികം മാറ്റമുണ്ട്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൊക്കെ മാറ്റമുണ്ട്. 9 ഇഞ്ച് ആയിട്ടുണ്ട് ഇപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിജിറ്റൽ ആയിട്ടുണ്ട്. വേറൊരു മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ 4x4 ഇപ്പോൾ ഷിഫ്റ്റ് ആൻഡ് ഫ്ലൈ ആണ്. ബട്ട് സീറ്റിങ്ങിലാണ് എനിക്കിപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത്. 3rd റോ ബക്കറ്റും 2nd റോ ബെഞ്ചുമാണ്. അത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു. ബട്ട് ഇൻറ്റീരിയറിൽ അത്ര ലക്ഷറി ആരും പ്രതീക്ഷിക്കേണ്ട. ഇതിൻ്റെ കസ്റ്റമേഴ്സ് ആരും ലക്ഷറി പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഗൂർഖ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമാവുമെന്ന് തോന്നുന്നില്ല. എന്നാൽ യാത്രാ സുഖത്തിനൊന്നും കുറവുണ്ടാവുമെന്നും തോന്നുന്നില്ല. AC ഒക്കെ അടിപൊളിയാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും 5 ഡോർ താറിന് ഒരു വെല്ലുവിളി ആവുമെന്ന് നമുക്ക് നോക്കാം. താങ്ക് യു.